മഷ്റൂം കൊണ്ട് അപ്പം, ഇടിയപ്പം, പൊറോട്ട, ഗീ റൈസ് ഇതിൻ്റെയൊക്കെ കൂടെ കഴിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഡിഷിന്റെ റെസിപ്പി നമുക്ക് നോക്കിയാലോ? അതും വളരെ എളുപ്പത്തിൽ തന്നെ ഉണ്ടാക്കാവുന്നത്. വെൽക്കം ബാക്ക് ഡിയേഴ്സ്. ഞാനിവിടെ 200 ഗ്രാം ബട്ടൺ മഷ്റൂംസ് എടുത്തിട്ടുണ്ട്. നമുക്ക് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തൊന്ന് കൊണ്ടുവരാം. ഞാനിപ്പോൾ എല്ലാ മഷ്റൂമും രണ്ടാക്കിയിട്ട് മുറിച്ചെടുത്ത് വെക്കുന്നുണ്ട്. ഇത് നമുക്കൊരു സൈഡിലേക്ക് ഒന്ന് മാറ്റി വെക്കാം. ഇനി ഒരു പാനിലേക്ക് നമുക്ക് 2 ടേബിൾ സ്പൂൺ ബട്ടർ ചേർത്ത് ഒന്ന് ചൂടാക്കിയെടുക്കാം. അതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ പൊടിയായിട്ട് അരിഞ്ഞിട്ടുള്ള വെളുത്തുള്ളി ചേർത്ത് നമുക്ക് ചെറുതീയിൽ വെച്ചിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഈ ബട്ടറിലേക്ക് വെളുത്തുള്ളിയുടെ ഫ്ലേവറൊക്കെ നന്നായിട്ട് ഇറങ്ങി വരുന്ന വരെ നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കാം. ഇനി അതിലേക്ക് നമ്മൾ ഒരു സവാള പൊടിയായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ചെറുതീയിൽ വെച്ചിട്ട് ഇതെല്ലാം കൂടിയിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കണം. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കാനായിട്ട് മറക്കരുത് കേട്ടോ, അല്ലാന്നുണ്ടെങ്കിൽ അടിയിലേക്ക് കരിഞ്ഞു പിടിക്കാനൊക്കെ ചാൻസ് ഉണ്ട്. ഇതൊരു ലൈറ്റ് ഗോൾഡൻ ബ്രൗൺ കളറായിട്ട് വരുന്ന വരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. ഇനി നമുക്ക് അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, എരിവിന് വേണ്ടിയിട്ട് 1.5 ടീസ്പൂൺ കുരുമുളക് പൊടി ഇത്രയും നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി നമുക്ക് ചെറുതീയിൽ വെച്ചിട്ട് ഈ കുരുമുളക് പൊടിയുടെ പച്ചമണമൊന്ന് പോകുന്ന വരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. അതൊന്ന് മൂത്ത് വന്നു കഴിഞ്ഞാൽ അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള മഷ്റൂംസ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ മസാലയൊക്കെ മഷ്റൂമിലൊക്കെ നന്നായിട്ടൊന്ന് പിടിച്ച് കിട്ടുന്നവരെ നമുക്ക് ഒന്ന് വഴറ്റിയെടുക്കാം. ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മാത്രം മതി കേട്ടോ. ഇനി നമുക്കൊന്ന് മൂടി വെക്കാം. എന്നിട്ട് ചെറു തീയിൽ വെച്ചിട്ട് നമുക്ക് 2 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം. എക്സ്ട്രാ വെള്ളവും നമ്മൾ ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല, അല്ലാതെ തന്നെ വെള്ളമൊക്കെ ഇതിൽ നിന്ന് ഊറി വരുന്നതാണ്. ഇപ്പോൾ മഷ്റൂമൊക്കെ ഒരു പകുതി വേവായിട്ട് വന്നിട്ടുണ്ട്, വെള്ളമൊക്കെ ഊറിയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു 1/2 കപ്പ് പാല് ചേർത്ത് കൊടുക്കാം. ഒപ്പം തന്നെ ഒരു 1/4 കപ്പ് വെള്ളം കൂടിയിട്ട് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് നമുക്ക് ഗ്രേവി അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇതെന്തായാലും ഈ കറി ഇരുന്ന് കഴിഞ്ഞാൽ ഗ്രേവി നന്നായിട്ട് കുറുകി വരും. അപ്പോൾ അതനുസരിച്ചിട്ട് വേണം നമ്മൾ വെള്ളം ചേർത്ത് കൊടുക്കാനായിട്ട്. ഇനി നമുക്കൊന്ന് മൂടി വെക്കാം. എന്നിട്ട് ചെറുതീയിൽ വെച്ചിട്ട് 2 മുതൽ 3 മിനിറ്റ് വരെ ഒന്ന് വേവിച്ചെടുക്കാം. ഇപ്പോൾ ആ മഷ്റൂമൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്, ഗ്രേവിയൊക്കെ കുറുകിയൊക്കെ വന്നിട്ടുണ്ട്, അതുപോലെ തന്നെ എണ്ണയൊക്കെ തെളിഞ്ഞ് വരാനൊക്കെ തുടങ്ങുന്നുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് 1.5 ടീസ്പൂൺ കസൂരി മേത്തി ചേർത്ത് കൊടുക്കാം. എന്നിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാവുന്നതാണ്. ടേസ്റ്റൊക്കെ നോക്കുക, ഉപ്പ് അല്ലെങ്കിൽ എരിവൊക്കെ ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ഓരോരുത്തരുടെയും ടേസ്റ്റിനൊക്കെ അനുസരിച്ച് ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബട്ടർ ഗാർലിക് മഷ്റൂംസ് ചപ്പാത്തി, അപ്പം, ഇടിയപ്പം, പൊറോട്ട, ഗീ റൈസ്, ജീര റൈസ് ഇതെല്ലാത്തിൻ്റെ കൂടെ കഴിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഡിഷാണ്. നല്ല കിടിലൻ ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കിനെ അറിയിക്കാൻ മറക്കരുത് കേട്ടോ.